നമ്മളെ ഒരു കമ്പനിയിൽ ലൈക്ക് ഒരു ബിസിനസ്സിൽ ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ മാറുന്നത് അല്ലെങ്കിൽ മാറേണ്ടത് എപ്പോഴാണ് ആണ് എൻ്റെ ചോദ്യം. അത് അവർ തീരുമാനിക്കുന്നതല്ലേ ചോദിക്കുന്നത്. അതെ. അതെന്താന്ന് വെച്ചാലേ 2 പൊതു കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ കമ്പനിക്ക് ആവശ്യമായ റിപ്പോർട്ടുകൾ ആ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാണ്ട് വരിക. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചോദിച്ചാലും എംപ്ലോയീസ് പറയും അത് അതിൻ്റെ ഉള്ളിൽ ഇല്ല. സോഫ്റ്റ്വെയറിൽ ശരിക്കും ഉണ്ടാവും, പക്ഷെ എംപ്ലോയീസിന്റെ നിസ്സഹകരണം അവർ പറയും അതില്ല, അത് അവരുടെ മടിയായിരിക്കാം, ചിലപ്പോൾ അറിവില്ലായ്മയായിരിക്കാം, ചിലപ്പോൾ മനഃപൂർവ്വം സോഫ്റ്റ്വെയറുകാരോടുള്ള ചെറിയൊരു വിഷമം കൊണ്ടായിരിക്കാം, അങ്ങനെ പലതരം കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ആത്മാർത്ഥതയില്ലായ്മയായിരിക്കും, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓണർമാരുടെ കൂടെ കുറെ നമ്മള് തൃശ്ശൂർ ഭാഷയിൽ എർത്ത് പറയും. കൂടെ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടെ കിടന്ന് പിന്നാലെ കിടന്ന് നടന്ന അഭിപ്രായം പറയുന്ന കുറച്ച് ആൾക്കാര്. നമ്മുടെ പ്രാഞ്ചേട്ടൻ സിനിമയില്ലേ, അതിൻ്റെ ഉള്ളിൽ കണ്ടല്ലേ, മമ്മൂട്ടിയുടെ പിന്നാലെ കിടന്നിട്ട് രണ്ടുപേരും ഇന്നസെന്റ് ഓടി കിടന്ന് നടന്ന് ഉപദേശിക്കുന്നതാണ്, ടി ജി രവിയൊക്കെ കിടന്ന് ഉപദേശിക്കുന്നതാണ്. ഈ എർത്തുകൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിലും ഒരു വിവരം ഉണ്ടാവില്ല, അന്ന് എല്ലാ കാര്യത്തിലും വിവരമുള്ള പോലെ വർത്താനം പറയുകയും ചെയ്യും. നമ്മള് അതിൻ്റെ ഉള്ളിൽ കണ്ടല്ലേ, മറ്റേ അവാർഡ് മേടിക്കാനൊക്കെ പോയത് കേട്ടല്ലേ, അങ്ങനത്തെ. അപ്പൊ ഇങ്ങനത്തെ എർത്തുകള് ഓരോ ഉപദേശങ്ങളും അങ്ങോട്ട് കൊടുക്കും. അടിപൊളി സോഫ്റ്റ്വെയർ, ഇതിലും വലിയ സോഫ്റ്റ്വെയർ കിട്ടാനുണ്ട്, ഇതിലും സൂപ്പറാ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട്, ഇത് ആ കമ്പനിയിൽ അങ്ങനെയുണ്ട്, ഈ കമ്പനിയിൽ പിന്നെ ഇതിന്റെ ABCD അറിവുണ്ടാവില്ല എന്തുട്ടാന്ന്, എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞ് പോയി ഓരോ പുലിവാല അങ്ങോട്ട് പിടിപ്പിക്കും. അപ്പൊ നമ്മള് സോഫ്റ്റ്വെയർ മാറ്റണേക്കാളും മുമ്പ് ആദ്യം എംപ്ലോയീസിന്റെ അടുത്ത് ചോദിക്കണം. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനിയുടെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കണം, ഈ എംപ്ലോയീസ് പറയുന്നത് പ്രകാരം ഞങ്ങളുടെ ആവശ്യപ്രകാരം ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിലുണ്ടോ, ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഇതിൽ നടക്കും. അങ്ങനെ ഒരു ധാരണയിലെത്തി ഒരു പക്വതയോടുകൂടി വേണം ഒരു സോഫ്റ്റ്വെയർ മാറ്റാൻ. അല്ലാണ്ട് ഒരു സുപ്രഭാതി വന്ന് ഓടി വന്ന് എർത്ത് പറയുന്നത് അവര് പറയുന്നത് ഇവര് പറയുന്നതും കേട്ട് നമ്മൾ സോഫ്റ്റ്വെയർ മാറ്റാൻ നിൽക്കരുത്. ഇത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടണം ഈ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. അല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ സാധനം മാറ്റരുത്. നമ്മൾ ഒരു സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യാന്ന് പറയുന്നതും ഒരു വലിയ പ്രോസസ്സാണ്. അതെന്തുട്ടാന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോ 3 കാരണങ്ങളാണ് വരിക. ഒന്ന്, നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യത്തിനുള്ള റിപ്പോർട്ടുകൾ കിട്ടണില്ല. രണ്ടാമത് ചിലപ്പോൾ എംപ്ലോയീസിന്റെ നിസ്സഹകരണമായിരിക്കും. മൂന്നാമത് ചിലപ്പോൾ നമ്മുടെ എർത്തുകളുടെ ഉപദേശമായിരിക്കും. ഈ 3 സാഹചര്യം കൊണ്ടാണ് എന്തുണ്ടാവുക, സോഫ്റ്റ്വെയർ മാറ്റാം. എർത്ത് കൊള്ളാല്ലേ, എർത്തൊരു വലിയ സംഭവമാണ്. അതെ, എർത്തുകൾ കേൾക്കണ്ടല്ലോ.